ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് ഞാൻ വൈറ്റിലയ്ക്കടുത്ത് ഏരൂരുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വീട് 3 സെൻറ്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റ് 3 BHK ഇരുനിലയായിട്ടാണ് പണിതിരിക്കുന്നത്. ടാർ റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡിൽ നിന്നും ലോറി കടന്നു വരുന്ന വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത്. ഫ്രണ്ടിൽ GI സ്ക്വയർ പൈപ്പിൽ സ്ലൈഡിംഗ് മോഡൽ റെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും റൈറ്റ് സൈഡിലെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന വിധം യാതൊരുവിധ അസൗകര്യവുമില്ലാതെ തുറക്കാവുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ടിന്റെ അകത്ത് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. കാർ പാർക്കിംഗ് ഏരിയയും സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് ഭാഗവും മുകളിൽ ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടും ഫ്രണ്ട് 2 സ്റ്റെപ്പുകളും മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം 3.5 അടിയും വീതി 28 സെന്റിമീറ്ററുമാണ്. ഈ സിറ്റ് ഔട്ടിന്റെ വലിപ്പം 6.5 അടി നീളവും 3.5 അടി വീതിയുമാണ്. 23 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഫ്രണ്ടില് 1 മീറ്റർ വീതിയിൽ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ കട്ടില ആഞ്ഞിലിയിലും ഡോറ് മഹാഗണിയിലുമാണ് പണിതിരിക്കുന്നത്. ഇതാണ് ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് വുഡൻ ഫിനിഷിങ്ങിൽ മൾട്ടിവുഡിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു LED ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 10.5 അടി നീളവും 8 അടി വീതിയുമാണ്. 84 സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയ ഉള്ളത്. ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗത്താണെങ്കിലും നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 15.5 അടി നീളവും 13.25 അടി വീതിയുമാണ്. 205 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത്. ഇവിടെ സ്റ്റെയറിന്റെ അടിയിലാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറയുടെ ഓവൽ ടൈപ്പ് വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഫ്ലോറ് മൊത്തത്തിൽ വൈറ്റ് കളറിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡോട് കൂടിയ 4x2 8 സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10.5 അടി നീളവും 10.25 അടി വീതിയുമാണ്. 107.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെയും തട്ടിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് LED ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ ഫ്ലോറിൽ ഉപയോഗിക്കുന്ന മോഡൽ വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4 അടി വീതിയുമാണ്. 26 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഇതാണ് അടുക്കള. ഡോറ് ഗ്ലാസ്സിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെമി ഫർണിഷ്ഡ് ആണ് അടുക്കള. കിച്ചൺ സ്ലാബ് L ഷേപ്പിൽ ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുക്കളയുടെ വലിപ്പം 10.25 അടി നീളവും 7.5 അടി വീതിയുമാണ്. 82 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ്. ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ. സൈഡിൽ ഗ്ലാസ്സിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം 90 സെന്റിമീറ്ററും വീതി 28.5 സെന്റിമീറ്ററുമാണ്. ലാൻഡിംഗ് അടക്കം സ്റ്റെയറിൽ 20 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ആന്റി സ്കിഡ് ബ്രൗൺ കളർ ടൈലും സൈഡ് സ്കേട്ടിങ്ങും റേസറും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം
11.25 അടി നീളവും 6.5 അടി വീതിയുമാണ്. 73 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെയുള്ള ഏറ്റവും വലിയ ബെഡ്റൂമും ഇത് തന്നെയാണ്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 15 അടി നീളവും 10.5 അടി വീതിയുമാണ്. 157 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിന്റെ നേരെ കാണുന്ന ഭിത്തിയുടെ മുകൾ വശത്ത് തട്ടില് നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് വലിയ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിന്റെ വലിപ്പം 6 അടി നീളവും 4 അടി വീതിയുമാണ്. 24 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമും. ഇവിടെ തട്ടിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 11.5 അടി നീളവും 11.5 അടി വീതിയുമാണ്. 132 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും മൊത്തം 3mm സ്പേസർ ഇട്ട് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് ലൈറ്റ് ക്രീം കളറിൽ ബ്രൗൺ ഷെയ്ഡോട് കൂടിയ വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 6 അടി നീളവും 4 അടി വീതിയുമാണ്. 24 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും കൂടി ഉണ്ട്. ഇതാണ് ബാൽക്കണി. സൈഡില് ഗ്ലാസ്സിലും സ്റ്റീലിലും ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ വലിപ്പം 10.25 അടി നീളവും 4.5 അടി വീതിയുമാണ്. 46 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത്. ഇവിടെ നിന്നും മാത്തൂർ ജംഗ്ഷനിലേക്കും ലേബർ ജംഗ്ഷനിലേക്കും 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് ടെറസിലേക്കുള്ള ഒരു സ്റ്റെയർ ആണ്. ഇവിടെ ഒരു സ്റ്റെയർ റൂം പോലെയൊക്കെ പണിതിട്ടുണ്ട്. ഇതാണ് സ്റ്റെയർ റൂമിലേക്കുള്ള ഡോറ്. സാധാരണ പുറത്തുകൂടി ഓപ്പൺ ആയിട്ടാണ് മുകളിലേക്കുള്ള ടെറസിലേക്കുള്ള സ്റ്റെയർ കാണാറ്. ഇവിടെ ഫ്ലോറ് മൊത്തം ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയുടെ വലിപ്പം 8 അടി നീളവും 6.5 അടി വീതിയുമാണ്. 52 സ്ക്വയർ ഫീറ്റ് ആണ് ഈ സ്റ്റെയർ റൂം ഉള്ളത്. ഇവിടെ സ്റ്റെയറിന്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഒരു ടൈല് പോലെയുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് നടക്കാനൊക്കെ സാധിക്കുന്നതാണ്. സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഹാൻഡ് റെയില് GI സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തും സൈഡ് ഭാഗത്തൊക്കെ GI ഷീറ്റ് കൊണ്ട് ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രസ് വർക്ക് ചെയ്ത് കവേർഡ് ആക്കിയേക്കുന്നത് കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും സ്റ്റെയറിലൂടെ ഒഴുകി താഴത്ത് സ്റ്റെയർ റൂമിലേക്ക് വരുന്നില്ലെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നല്ല മഴയുള്ളൊരു സമയമാണ്. ടെറസിലേക്ക് നമുക്ക് കയറാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല. ടാർ റോഡിന് സമീപമായി 2 കാർ പാർക്കിങ്ങോട് കൂടിയ ഈ 3 സെന്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റ് 3 BHK അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഈ വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയാണ്. റേറ്റ് ചെറിയ രീതിയിലൊക്കെ നെഗോഷിയബിൾ ആണ്. നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് 4.25 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 5.25 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 7.25 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 9.5 കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് 4 കിലോമീറ്ററും ചമ്പക്കരയിലേക്ക് 6.5 കിലോമീറ്ററും മരട്ടിലേക്ക് 7.5 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 9 കിലോമീറ്ററും കാക്കനാടേക്ക് 6 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. SN മെട്രോ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററും പേട്ട മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.25 കിലോമീറ്ററാണ് ദൂരമുള്ളത്. മരട് ന്യൂക്ലിയസ് മാളിലേക്ക് 7 കിലോമീറ്ററാണ് ദൂരമുള്ളത്.
വീട് വാങ്ങിക്കുന്നതിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എൻ്റെ നമ്പർ ആഡ് ചെയ്തേക്കാം, വിളിക്കാവുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.